കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അവിയലാണ്. ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതായത് ഈ പച്ചക്കറി ഒന്ന് വരണ്ടേ അതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. ഇത് കറിവേപ്പില ഇടുന്നത് ഈ പച്ചക്കറി ഒന്നും അടി പിടിക്കാതിരിക്കാനാണ്. നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ഞാൻ എടുത്തത് വെന്ത് കുഴഞ്ഞു പോകാത്ത പച്ചക്കറികളാണ്. അതിക്ക് എല്ലാ പച്ചക്കറികളും നമ്മൾ അതിൽ നിന്ന് എടുത്താൽ അത്ര ടേസ്റ്റ് വരത്തില്ല. ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് ചേന, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, പടവലങ്ങ, പിന്നെ കൊച്ചുള്ളി, ഒരു ചെറിയ പീസ് സവാള, ഇത്രയാണ്. ഏത്തക്ക എടുത്തിട്ടുണ്ട്, പയർ എടുത്തിട്ടുണ്ട്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചമുളകോട് നമ്മൾ ഇച്ചിരി കൂടെ ഇതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പച്ചമുളകോട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ച് വേവിക്കണം. ഒന്ന് ചേർത്ത് ഇളക്കി ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിലേക്കൊന്ന് പിടിക്കണം. അങ്ങനെ ഒന്ന് ചേർത്ത് ഇതൊന്നിൽ ഇളക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് പച്ചക്കറി ഒന്ന് വേണം. ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. ഒരുപാട് വെള്ളം വേണ്ട. അത് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അത്രയും വെള്ളം മതി. വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം. പച്ചക്കറികൾ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിത് അരച്ചുകൊണ്ട് വരാം. അരപ്പിനായിട്ട് ഞാൻ ഒരു 3/4 തേങ്ങയുണ്ട്, 3/4 മുറി തേങ്ങ, അതായത് ഒരു അരമുറിയും പിന്നെ അതിൻ്റെ മറ്റേ മുറിയുടെ പകുതിയും കൂടെ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ജീരകം, ഒരു 10 കൊച്ചുള്ളിയോളം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളകും കറിവേപ്പിലയും. ഇത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. മാനം അരയരുത്, ഇതൊന്ന് ചതച്ച രീതിയിൽ എടുത്തുകൊണ്ട് വരാം. നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയതൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ അടച്ച് വേവിക്കാം. നമ്മുടെ അവിയൽ വെന്തിട്ടുണ്ട്. ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് ഒന്ന് അടച്ച് വെക്കാം. ഇതിലേക്കൊരു 2 സ്പൂണ് തൈര് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കണം, ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മുടെ വെന്തിരിക്കുകയാണ്. വെന്തതിന് ശേഷമേ തൈര് ചേർത്ത് കൊടുക്കാവൂ. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മുടെ സൂപ്പർ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവിയൽ കൂട്ടി കഴിക്കാം. എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോകരുതേ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.